ഹലോ ഡിയേഴ്സ്, എല്ലാ ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറിന് കൂട്ടാൻ പറ്റിയൊരു കറീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു സവാളയും ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണവും 2 പച്ചമുളകും ഇവയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വഴണ്ടി കിട്ടും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം എൽഎസ് ഫാമിലി കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി മാങ്ങ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പം ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. മല്ലിപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു തേങ്ങേൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ 2ാം പാൽ കിടന്നിട്ട് മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ 2ാം പാലിൽ തന്നെ കിടന്നിട്ട് വേണം വെന്ത് കിട്ടാനായിട്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, നമുക്ക് കുറച്ച് കടിക്കാൻ പാകത്തിന് തന്നെ വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉലുവാപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ അത് ഏകദേശം ഒന്ന് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ. ഇനി 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കണ്ട, ഒരുപാട് തിളയ്ക്കണ്ട. ഒരു ചെറിയൊരു തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം ഏകദേശം ചെറിയൊരു തിള വന്നിട്ടുണ്ട്. ഇനി തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം മാങ്ങ മപ്പാസിൻ്റെ പണിയെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇനി ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടണമെങ്കിൽ നമുക്ക് വറുത്തിടാനുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിത് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 ചെറിയുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് കറിയിലോട്ട് താളിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊന്നും മപ്പാസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പം സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.